സ്പീക്ക് വീഡിയോയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ത്യയിലെ റോഡുകളിൽ യാത്ര ചെയ്യുന്നവർക്ക് ഏറെ ഉപകാരപ്പെടുന്ന ഒരു പ്രഖ്യാപനമാണ് കേന്ദ്ര ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരിയുടേതായി വന്നിരിക്കുന്നത്. റോഡുകളിലെ ടോൾ അടക്കുന്നതിന് ഫാസ്റ്റ് ടാഗ് വാർഷിക പാസാണ് മന്ത്രി പ്രഖ്യാപിച്ചത്. ടോൾ ബൂത്തുകളിൽ കെട്ടിക്കിടക്കുന്ന സമയം നഷ്ടപ്പെടാതെ യാത്ര ചെയ്യുവാൻ അവസരം ഒരുക്കുന്നു എന്നു മാത്രമല്ല, നിലവിൽ നൽകുന്ന നിരക്കുകൾ താരതമ്യപ്പെടുത്തുമ്പോൾ വലിയ സാമ്പത്തിക ലാഭവും പൊതുജനങ്ങൾക്ക് ഇതിലൂടെ ലഭിക്കുന്നു. നിലവിൽ ഹൈവേ ഒട്ടേറെ തടസ്സങ്ങൾ നേരിടുന്നുണ്ട്. ദേശീയപാതയിലെ ഓരോ ടോൾ പാസയും ഏറെ നേരം കാത്തുനിൽക്കേണ്ട അവസ്ഥ പലയിടത്തുമുണ്ട്. എന്നാൽ പുതിയ സംവിധാനം വരുന്നതോടെ ഈ പ്രതിസന്ധിക്ക് പരിഹാരമുണ്ടാകുമെന്നാണ് കേന്ദ്ര സർക്കാർ വൃത്തങ്ങൾ പറയുന്നത്. ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരി പ്രഖ്യാപിച്ച പാസ് എവിടെ കിട്ടും, എത്ര ചിലവ് വരും, എത്ര തവണ യാത്ര ചെയ്യാം തുടങ്ങിയ കാര്യങ്ങൾ നോക്കാം. ദേശീയപാതയിലെ യാത്രയിൽ ഓരോ ടോൾ പാസയിലും പണം ഈടാക്കുന്നത് ഒഴിവാക്കാനായി വാഹനങ്ങൾക്ക് വാർഷിക പാസ് ഏർപ്പെടുത്തുമെന്നാണ് കേന്ദ്രം അറിയിച്ചിരിക്കുന്നത്. ഒരു വാഹനത്തിന് ഒരു വർഷത്തേക്ക് 3000 രൂപയാണ് പാസ്സായി നൽകേണ്ടത്. വാണിജ്യേതര സ്വകാര്യ വാഹനങ്ങൾക്കാണ് പാസ് നൽകുക. 3000 രൂപയ്ക്ക് പാസ് എടുത്താൽ കാർ, ജീപ്പ്, വാൻ തുടങ്ങിയ വാഹനങ്ങൾ വർഷം 200 യാത്രകൾ ഉപയോഗിക്കാം. പാസ് ആക്റ്റീവ് ആകുന്ന തീയതി മുതൽ ഒരു വർഷമാണ് കാലാവധി. ഇല്ലെങ്കിൽ 200 യാത്രകളാണ് പരിധി. ഒരു വർഷം കാലാവധി ഇല്ലെങ്കിൽ 200 യാത്ര. ഇതിൽ ഏതാണോ ആദ്യം പൂർത്തിയാകുന്നത് അതുവരെയാണ് പാസിന് കാലാവധി ഉണ്ടാവുക. സ്വകാര്യ വാഹനങ്ങൾക്ക് മാത്രമാണ് ലഭിക്കുക. കാർ, ജീപ്പ്, വാൻ തുടങ്ങിയവയ്ക്ക് രാജ്യത്ത് ഉടനീളം പാസ് ഉപയോഗിക്കാമെന്നും ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരി പറഞ്ഞു. വാണിജ്യ വാഹനങ്ങൾക്ക് ഉപയോഗിക്കുവാൻ കഴിയുകയില്ല. ഓഗസ്റ്റ് 15 മുതൽ പാസ് പൊതുജനങ്ങൾക്ക് നൽകി തുടങ്ങും. വാർഷിക പാസുള്ള സ്വകാര്യ വാഹനങ്ങൾക്ക് ഒരു തവണ ടോൾ ബൂത്ത് കടക്കാൻ 15 രൂപയെ ചെലവാകൂ എന്നതിനാൽ ഇത് നേട്ടമാണ്. 3000 രൂപയ്ക്ക് 200 തവണ ടോൾ പാസയിലൂടെ പോകുവാൻ കഴിയുന്നതിനാൽ ഒരു ടോൾ പാസയിൽ 15 രൂപ മാത്രമേ ചെലവ് വരുന്നുള്ളൂ. നിലവിൽ 30 രൂപ മുതൽ 340 രൂപ വരെയാണ് രാജ്യത്തെ വിവിധ ടോൾ പാസുകളിൽ ഈടാക്കുന്ന നിരക്ക്. പാസ് ലഭിക്കുന്നതിലും പുതുക്കുന്നതിലും രാജ്മാർഗ് യാത്ര ആപ്പിൽ സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട ലിങ്ക് ആപ്പിൽ കാണാം. കൂടാതെ നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ, മിനിസ്ട്രി ഓഫ് റോഡ് ട്രാൻസ്പോർട്ട് ആൻഡ് ഹൈവേ ഓഫ് ഇന്ത്യ എന്നിവയുടെ ഔദ്യോഗിക വെബ്സൈറ്റിലും ലിങ്ക് ഉണ്ടാകും. ഇതിലൂടെ പണമടക്കാം. പാസ് ആക്ടിവേറ്റ് ചെയ്യുവാനുള്ള ലിങ്ക് വൈകാതെ ഈ പ്ലാറ്റ്ഫോമിലൂടെ ലഭ്യമാകുവാനും ഗഡ്കരി അറിയിച്ചു. നിലവിൽ ഫാസ്റ്റ് ടാഗ് ഉപയോഗിക്കുന്നവർക്ക് പുതിയ വാർഷിക പാസിലേക്ക് മാറുന്നതിന് തടസ്സമില്ല. ഭാവിയിൽ ടോൾ പാസുകൾ പൂർണ്ണമായും ഇല്ലാതെയാക്കി പകരം GPS സഹായത്തോടെയും ഓട്ടോമാറ്റിക് നമ്പർ പ്ലേറ്റ് ഭാവിയിൽ ടോൾ പാസുകൾ പൂർണ്ണമായും ഇല്ലാതെയാക്കിയും പകരം GPS സഹായത്തോടെയും ഓട്ടോമാറ്റിക് നമ്പർ പ്ലേറ്റ് റിക്കഗ്നേഷൻ ക്യാമറകൾ വഴിയും ടോൾ പിരിക്കുന്ന കാര്യവും NHAയുടെ പരിഗണനയിലുണ്ട്. എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നേരത്തെ തന്നെ നിങ്ങളിലേക്ക് എത്തുവാൻ വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ മറക്കല്ലേ. ഈ ഇൻഫർമേഷൻ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാൻ മറക്കല്ലേ.